കാലാകാലങ്ങളിൽ നിലനിന്നു പോകുന്നത്, അവസാനിക്കാതെ പോകുന്നത് റബ്ബിൻ്റെ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് മാത്രമാണ്. ബാക്കിയൊക്കെ അവസാനിക്കും. കമ്പ്യൂട്ടർ സയൻസ് ഒരുപക്ഷെ അതിൻ്റെ നൂതന സാങ്കേതിക വിദ്യകൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് വായിച്ചാൽ പഠിച്ചാൽ തീരുന്ന വിഷയമുള്ളൂ. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ സംബന്ധിച്ചുള്ള പഠനം, അസ്മാഉൽ ഹുസ്നയെക്കുറിച്ച് പഠിക്കുന്നത്, അതൊരിക്കലും അവസാനിക്കാത്ത പഠനമാണ്. ആ ഇസ്മിൻ്റെ ലുത്ഫുകൾ, ആ ഇസ്മിൻ്റെ നൂറ് പ്രകാശങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും നമ്മൾ ധാരാളം കാണുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ പൂർണ്ണത, പരിപൂർണമായ സന്തോഷം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ കൂട്ടുപിടിച്ചേ മതിയാവും. അള്ളാഹുവിനെ ചേർത്ത് വെച്ചെങ്കിൽ മാത്രമേ സന്തോഷത്തിൻ്റെ പൂർണ്ണത ഉണ്ടാവുള്ളൂ. അല്ലാത്തതൊക്കെ അപൂർണമാണ്. ഇത് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. മുതലാളിമാർ ബിസിനസ് വേണം, പൈസ വേണം, സമ്പത്തുണ്ടാക്കണം, അതിൻ്റെ പിന്നാലെ ഓടി അത്യാവശ്യം സമ്പത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മടുപ്പായി. ഇതാപ്പോൾ ഇതിലെന്തിരിക്കുന്നു? എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നതോടുകൂടെ അതിൻ്റെ വില ഇല്ലാതെയാവുന്ന ഒരു ലോകമാണിത്, അല്ലേ? അതുകൊണ്ട് അസ്സആദത്തുൽ അബദിയ്യ, എന്നെന്നും നിലനിൽക്കുന്ന സന്തോഷം, ഫീ കമാലിൽ മഅരിഫത്തി ബില്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ച് പരിപൂർണമായി അറിയുന്നതിലൂടെ മാത്രമേ മനുഷ്യൻ്റെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. എന്നാണ്. ബാക്കി ഏത് ബുക്കും നമ്മൾ വായിച്ച് മടുക്കും, ഖുർആൻ വായിച്ച് മടുക്കില്ല. അതിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. അത് അർത്ഥം അറിയുന്നവർക്കും അറിയാത്തവർക്കും അത് ഓതിയാലും ചൊല്ലിയാലും മടുപ്പ് വരില്ല. സുബ്ഹാനല്ലാഹ്. ഇസ്സത്ത് വേണോ? അള്ളാഹുവിൻ്റെ അടുത്താണ് ഇസ്സത്തുള്ളത്. അല്ലാഹുമ്മ അൻതൽ മാജിദുൽ മജീദ് ആലു ലിമാ യുരീദ് നസ്അലുകൽ അംന യൗമൽ വഈദ്. അങ്ങനെ ദുആ ഉണ്ട്. അല്ലാഹുമ്മ അൻതൽ മാജിദുൽ മജീദ്, അല്ലാഹുവേ നീ സർവമഹത്വവും ഉടയവനാണ്, എല്ലാ മഹത്വത്തിൻ്റെയും അതിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയിൽ നിൽക്കുന്നവനാണ് റബ്ബേ നീ. അൽ ഫആലു ലിമാ യുരീദ്, എന്താണോ അല്ലാഹുവേ നീ ഉദ്ദേശിക്കുന്നത് അത് നടപ്പിലാക്കുന്നവനാണ് റബ്ബേ നീ. അതുകൊണ്ട് അല്ലാഹുവേ നിന്നോട് ചോദിക്കുന്നു, നസ്അലുകൽ അംന യൗമൽ വഈദ്, ഖിയാമത്ത് നാളിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് അഭയം നൽകണമേ. അല്ലാഹു നമുക്ക് അഭയം നൽകട്ടെ. അല്ലാഹുവിൻ്റെ മാജിദ് അൽ മജീദ്, സുബ്ഹാന. ഇസ്സത്ത് അല്ലാഹുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് അല്ലാഹു മഹത്വമുള്ളവനാണെങ്കിൽ ആ മഹത്വത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെയാണ്. നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മളറിയാതെ നമ്മൾ ഏതെങ്കിലും സദസ്സിൽ പോയിരുന്നാൽ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആ വിഷയത്തെക്കുറിച്ചായിരിക്കും, ആ ആളിനെക്കുറിച്ചായിരിക്കും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പോലും അറിയുന്നുണ്ടാവില്ല. മൻ അഹബ്ബ ശൈഅൻ അക്സറ മിൻ ദിക്രിഹി, ഒരാൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടപ്പെട്ട വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നതോടുകൂടെ നമ്മുടെ സംസാരങ്ങളിൽ അള്ളാഹു ജല്ല ജലാലു, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സംസാരവും അള്ളാഹുവിനെക്കുറിച്ചുള്ള പരാമർശങ്ങളും നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും കൂടുതലായി കണ്ടു തുടങ്ങണം. അതാണ് അൽ മാജിദായ, എല്ലാ മഹത്വവുമുള്ള റബ്ബിൻ്റെ കൂടെ നിൽക്കും. അങ്ങനെയാണ്. അപ്പം നമ്മൾ ഒരു VIP പരിചയപ്പെട്ടാൽ പറയില്ലേ, ഇനി അന്നലെ ഒരു VIP കണ്ടു, പരിചയപ്പെട്ടു, സെൽഫി എടുത്തു. മുമ്പ് ദ്വാരക്കാൻ പറയില്ലെന്നല്ല, മുമ്പൊക്കെ അങ്ങനെയാണ്, ഇപ്പോൾ സെൽഫി എടുക്കലാണ് വലിയ സംഭവമൊക്കെ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര കൗതുകത്തോടെ പറയും. ഒരു ഫാമിലി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടാവും, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഭയങ്കര സെലിബ്രേഷനാണ്. എന്തേ? ആർക്കൊക്കെയോ വലിയ ആളാണെന്ന് തോന്നുന്ന ഒരാൾ ഇയാൾക്കും കാണാൻ പറ്റി, മനസ്സിലാക്കാൻ പറ്റി, അടുത്ത് ഇടപഴകാൻ പറ്റി. ഭയങ്കരമായ ഹി വിൽ ബി ഫീലിംഗ് എക്സ്ട്രീംലി പ്രൗഡ്. നമുക്കങ്ങനെ ഒരു അഭിമാനബോധം, അള്ളാഹു ജല്ല ജലാലു നമ്മുടെ കൂടെയുണ്ട്, അള്ളാഹു നമ്മുടെ റബ്ബാണ് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് അങ്ങനെ തോന്നണമെന്നാണ്. അള്ളാഹുവിൻ്റെ റബ്ബല്ലേ, എല്ലാ മഹത്വങ്ങളും. ഇവിടെ എന്ത് VIP ആണെങ്കിലും അവർ മരിച്ചു പോകും, അവർക്ക് അസുഖം വരും, അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാവും. പക്ഷേ എൻ്റെ റബ്ബ് അങ്ങനെയല്ലല്ലോ. എൻ്റെ റബ്ബ് ഫആലുൽ ലിമാ യുരീദ്, എന്താണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹു നടപ്പിലാക്കിയിരിക്കും. അങ്ങനത്തെ റബ്ബല്ലയോ എൻ്റെ റബ്ബ്, അങ്ങനത്തെ റബ്ബിൻ്റെ കൂടെയാണ് ഞാനുള്ളത് എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് അഭിമാനബോധം വേണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. ഒരു മനുഷ്യൻ